മൂത്രം ഒഴിക്കാൻ പാടില്ല എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചപ്പോൾ കേട്ടോ. നല്ല നാട്ടുകാരാട്ടോ. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ മൂത്രം ഒഴിക്കില്ലെന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്ന സംഭവം. തട്ടിക്കൂട്ട് കടയാ, പക്ഷെ എന്നാലും സംഭവം ആൾക്കാർ കുറയുണ്ട് കേട്ടോ. എനിക്ക് പോർക്ക് നമ്മള് കറിയൊന്നും വാങ്ങില്ലായിട്ട് വാങ്ങിയില്ല കേട്ടോ. നമുക്ക് അടിച്ച് കയറ്റങ്ങോട്ട് കയറി ഇരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയാളാ. ഞങ്ങളിപ്പോ ഉള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂര് നമ്മള് ഒരു മാമന്റെ കടയെന്നല്ലേ പറയുന്നത്. ഐസ് നമ്മള് മാമന്റെ കടയിൽ നമ്മള് കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേ കേട്ടോ. തൃശ്ശൂർ ആദ്യമായിട്ടാണ് ഞാൻ തൃശ്ശൂർ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഞങ്ങൾ അവിടുന്ന് വന്നപ്പോൾ കുറച്ച് തിരക്കാന്ന് ഞങ്ങൾ കണ്ട്. ജസ്റ്റ് നമുക്ക് കയറി നോക്കാം സംഭവം ഫുഡ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. എന്തൊക്കെയോ കരളോ എന്തോ പോട്ടി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്കത് കണ്ടു നോക്കാം സംഭവം ഫുഡ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടു നോക്കാം. കാർ ഇടാനുള്ള കഷ്ടപ്പാടില്ലല്ലോ. തൃശ്ശൂര് വന്ന് അല്ല സൈഡിലായിട്ടാ കട. അവിടെ കാർ ഇടാൻ പറ്റിയതില്ല. അവിടെ ഫുള്ള് കാർ ഇട്ടേക്കുക. നമുക്ക് ഇവിടെ സ്പേസ് പിടിച്ച് വെച്ചേക്കും. ഇവിടെ സ്പേസ് നമ്മൾ പിടിച്ചു വെച്ചേക്കുക. 2-3 പേര് വന്ന് എന്നിട്ട് നമ്മൾ വിട്ടുകൊടുത്തില്ല. നമ്മുടെ വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. പിന്നാണ് ഇവിടെ എഴുതി വെച്ചപ്പോൾ ഓൾറെഡി വാഹനം ഇവിടെ പാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ മൂത്രം ഒഴിക്കാൻ പാടില്ല എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചപ്പോൾ കേട്ടോ. ഇവിടുത്തെ നാട്ടുകാർ എനിക്കൊന്ന് ഇവിടുത്തെ നാട്ടുകാർ ഇവിടെ കിടന്ന് ഇവിടെയൊക്കെ റോഡ് സൈഡിലൊക്കെ വന്ന് മൂത്രം ഒഴിക്കുന്നു തോന്നുന്നു. അതൊന്നും ഇത്രയും എഴുതി വെക്കുന്നത് നമ്മുടെ നാട്ടിൽ പോലും കണ്ടിട്ടില്ല ഇത് എഴുതി വെക്കുന്നത്. തൃശ്ശൂർ വന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ട സാധനം. നമ്മുടെ കാറ് വന്നിട്ടുണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പണിയാവും. ഇവിടെ സൈഡ് ഫുള്ള് ഇങ്ങനെ പാർക്ക് ചെയ്ത് ഒന്നാമത് ചെറിയൊരു സ്ഥലമാണ്. ചെറിയ സ്ഥലത്തോടെ നമ്മൾ പോകും. നമ്മൾ ആദ്യം അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്യാൻ പോകട്ടോ. എന്നാൽ ആ സംഭവം കൊള്ളാം. ഇവിടെ മൂത്രം ഒഴിക്കാൻ പാടില്ല എന്നില്ലടാ. ആ സംഭവം എവിടെയും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ജില്ല കണ്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞ നല്ല നാട്ടുകാരാട്ടോ. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ മൂത്രം ഒഴിക്കില്ലെന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്ന സംഭവം കേട്ടോ. എന്നാലും നമുക്ക് കടയിലേക്ക് പോകാം കേട്ടോ. നമുക്ക് നിക്കി വന്നിട്ടുണ്ട്. നമുക്ക് കടയിൽ പോയി നോക്കാം സംഭവം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. നമ്മളങ്ങനെ പോവാണ്. നമ്മൾ ഇനി ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലേക്ക് നമ്മൾ നിക്കിയും ഞാനും അഭിനവമായിട്ട് പോവാണ്. അവിടെ പോയിട്ട് വേണം ഇനി അവിടെ ഫുഡ് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ കുറച്ച് നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ നോക്കാം. സംഭവം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് കയറി നോക്കാം. ഓക്കെ, ഞങ്ങൾ കൊല്ലത്തുനിന്ന് ഞങ്ങൾ മതി കേട്ടോ. കൊല്ലത്തുനിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തൃശ്ശൂർ വരെ വന്നിരിക്കുക. കൊല്ലത്തുനിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി. അറിയോ, ഇവൻ കണ്ണൂര്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കണ്ണൂരിലേക്ക് പോകും. അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ ആളെ നമുക്ക് തൃശ്ശൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഓക്കെ, കണ്ടു നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മുടെ കട എത്തി. ചെറിയൊരു തട്ടിക്കൂട്ട് കടയാണ്, പക്ഷെ എന്നാലും സംഭവം ആൾക്കാർ കുറയുണ്ട് കേട്ടോ. കുറെ ആൾക്കാരുണ്ട്. നമുക്ക് കയറി നോക്കാം സംഭവം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഇതാണ് നമ്മുടെ കട ഉണ്ടോ. ചെറിയ സെറ്റപ്പിലാടാ. ചെറിയ സെറ്റപ്പ് പോലെ. ചെറിയ സെറ്റപ്പ്. അഭിനവ് ആദ്യമേ കയറി ഇരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയാളാ. ഐറ്റംസ് ഉണ്ടോ. ഇതിൽ നമുക്ക് 3 സീറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നുണ്ട്. നമുക്കിവിടെ ഇരുന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇല്ല നോക്കി. യെസ്, ആണ് നമ്മുടെ ഫുഡ് വരാൻ പോകുന്നത്. ഫുഡിലാ എല്ലാവരും ഓരോരോ ഫുഡ് വെച്ച് എടുക്കണം. ഓക്കെ നമ്മൾ ഇലയിലൊക്കെ തിന്നുന്ന കേട്ടോ. സദ്യ പോലെ. സദ്യയാണല്ലോ. ഇത് കീറിയതാണത്. കുഴപ്പമില്ലേ? വേറെ ഉണ്ടോ? ചേച്ചി വേറെ ഒന്ന്. ഓക്കെ, ഇത് നമുക്ക് പുതിയ ഇല ഇട്ടിട്ടുണ്ട്. നമുക്ക് എനിക്ക് വേണം കേട്ടോ. അച്ചാർ കുറച്ച് വെച്ചോ. എനിക്ക് അച്ചാർ മതി. അതെ. ചോറായിട്ട് വന്നു. ചോറ് അങ്ങ് സ്പെഷ്യൽ കൊണ്ടുവരാൻ പറഞ്ഞ. സ്പെഷ്യല് എന്താണ് വെയിറ്റ് ആക്കുന്നത്? സ്പെഷ്യൽ കൊണ്ടുവരാൻ പറ. സ്പെഷ്യലിന് വേണ്ടി നമ്മള് വെയിറ്റ് ആക്കുന്നത്. ഇല്ലടാ പിന്നെ സ്പെഷ്യൽ വരുന്നില്ല. എന്താണിത്? ഫുഡായിട്ട് വരുന്നുണ്ട്. സ്പെഷ്യലായിട്ട് വരുന്നുണ്ട്. എനിക്ക് പോർക്ക് വേണം. മീനോട്ട അതെയാ. പോർക്ക് തരത്തില്ലേ? പോർക്ക് വേറെ എടുക്കുന്നത് ഉണ്ടോ? ഓക്കെ അണ്ണാ. മതി. നമുക്ക് അടിച്ച് കയറ്റങ്ങോട്ട്. ഇതാണ് പോർക്കല്ലേ? ഇതാണ് പോർക്ക്. നമ്മളിങ്ങനെ കൂട്ടി ഇങ്ങനെ അടിച്ച് കയറ്റുക. അത്രേ ഉള്ളൂ. ഫുഡ് എങ്ങനെയാ? കുഴപ്പമില്ല. നമ്മൾ കറിയൊന്നും ഇല്ലാണ്ട് വാങ്ങിയില്ല കേട്ടോ. കറി വാങ്ങാതെ പോർക്കും ബീഫും
മാത്രം നമ്മൾ കഴിച്ച് ടേസ്റ്റ് നോക്കുക, അതാണ് നല്ലത്. ഇറ്റ്സ് ബെസ്റ്റ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് അത്രയ്ക്ക് വലിയ തോന്നിയില്ല. നമ്മൾ നോർമലി പോർക്കും ബീഫും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഞാൻ ചോറ് വാങ്ങിയത്. അല്ലാതെ കറിയായിട്ട് കൂട്ടി തിന്നാനല്ല, ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ല. പോർക്ക് കഴിച്ച് ബീഫും കഴിച്ച്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തൃശ്ശൂർ വ്ളോഗിലേക്ക് അടുത്തൊരു വീട്ടിലും വ്ളോഗിലേക്ക് വരുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ കാറിൽ കയറിയിട്ട് നേരെ ഒരുത്തിനെ കൂട്ടാൻ പോകുന്നുണ്ട്, കൂട്ടിയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.